ഞാൻ സുനിത വില്യംസ് മിഷ്കൽ പള്ളിയിൽ പ്രവേശിച്ച വീഡിയോ കാണുന്നത് ഒരു റീൽ വീഡിയോ ആണ്, ഇൻസ്റ്റഗ്രാമിലാണ്. അപ്പം ആദ്യം കണ്ട സമയത്ത് ലൈക്ക് ഫസ്റ്റ് റിയാക്ഷൻ വാസ് സോ ഹാപ്പി ആൻഡ് ഭയങ്കര ആസ് എ വിമൻ, ആസ് എൻ ഇന്ത്യൻ ഭയങ്കര പ്രൗഡായിട്ടുള്ളൊരു മൊമെൻറ്റും കൂടെയാണ്. ആൻഡ് സെയിം ടൈം ഒരു ഉള്ളിൽ എവിടെ ചെറിയൊരു വിഷമം കൂടെ, കാരണം ആസ് എ പേഴ്സൺ ഹൂ ഡീപ്ലി ലവ് ഹിസ്റ്ററി ആൻഡ് കുറ്റിച്ചിറ മിഷ്കൽ പള്ളീൻ്റെ ഒക്കെ ഇമ്പോർട്ടൻസും അറിയുന്ന ഒരാൾ എന്നുള്ള നിലക്ക് അതിൻ്റെ ഉള്ളിൽ കയറി കാണാൻ ഭയങ്കര ആഗ്രഹമുള്ള ഒരാളാണ് പേഴ്സണലി. ആൻഡ് ആസ് എ വിമൻ അതിന് സാധിച്ചിട്ടില്ല. അപ്പം ഒരു സ്ത്രീ ആയിട്ട് സുനിത വില്യംസിന് അവിടെ കയറാൻ പറ്റി, നമുക്കൊന്ന് പറ്റില്ല എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഓട്ടോമാറ്റിക്കായിട്ട് ഉള്ളിൽ വന്നു. പിന്നെ സെയിം ടൈം ഇങ്ങനെ കുറച്ച് ഗവേഷകരായിട്ടുള്ള സുഹൃത്തുക്കളോടൊക്കെ സംസാരിച്ച സമയത്ത് അവർ പഠനാവശ്യാർത്ഥം അവിടേക്കുള്ള ഉള്ളിലേക്ക് പ്രവേശിക്കാനുള്ള പെർമിഷൻ ചോദിച്ച സമയത്ത് കിട്ടിയിട്ടില്ല എന്നുള്ളത് കണ്ടു. ആൻഡ് അതിൽ തന്നെ ചില ജെൻസിനെയും അനുവദിച്ചിട്ടില്ല. ബട്ട് സെയിം ടൈം ഇപ്പം ഞാൻ പള്ളിൻ്റെ ഉള്ളിൽ കണ്ടത് ഒരു യൂട്യൂബിലുള്ളൊരു വ്ലോഗിലൂടെയാണ്. അപ്പം ആ വ്ലോഗ് ചെയ്ത വ്ലോഗർ പറയുന്നുണ്ട്, ലൈക്ക് ഫസ്റ്റ് ഡേ വന്ന സമയത്ത് എനിക്ക് പള്ളിൻ്റെ ഉള്ളിലേക്ക് കയറാനും മുകൾ ഭാഗത്തേക്ക് പോകാനൊന്നും പറ്റിയിട്ടില്ല, ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ബട്ട് സെക്കൻഡ് ഡേ വന്ന സമയത്ത് പള്ളിയിലെ ഇമാമിനെ കണ്ടു. ഇമാം എന്നെ എനിക്ക് ഗൈഡായിട്ട് വന്നിട്ട് ഉള്ളിലൊക്കെ കാണിച്ചു തന്നില്ല. അപ്പം യൂഷ്വലി ഇപ്പോൾ കുറച്ചായിട്ട് ഞങ്ങൾ ഹെറിറ്റേജ് വാക്കൊക്കെ സംഘടിപ്പിക്കുന്നതാണ്. കുറ്റിച്ചിറ ഏരിയയിൽ മിഷ്കൽ പള്ളിയിലും മുച്ചുണ്ടി പള്ളിയിലും ഒക്കെ പോവാറുള്ളതാണ്. അപ്പം പുറമേ നിന്ന് നമ്മൾ കാണുന്നു, കഥകൾ പറയുന്നു എന്നുള്ളത്. അപ്പം നമ്മൾ ഗ്രൂപ്പിൽ ഇപ്പം വിമൻ ആയിട്ടുള്ള ആളുകളുണ്ട്, പല റിലീജിയനിലുള്ള ആളുകളുണ്ട്. ആ ഗ്രൂപ്പിലുള്ള ആണുങ്ങൾ അവിടെ പ്രോട്ടോകോൾ പ്രകാരം നമ്മൾ ഇപ്പം മുണ്ടെടുത്ത് ജസ്റ്റ് ഒന്നുണ്ടാക്കിയിട്ട് ഉള്ളിലേക്ക് പ്രവേശിക്കുന്നു, മുകൾ ഭാഗമൊക്കെ കണ്ടുവരുന്നു. അപ്പം സ്ത്രീകളായതുകൊണ്ട് നമ്മളിപ്പം പുറത്ത് വെയിറ്റ് ചെയ്യാണ് ഉണ്ടായിട്ടുള്ളത്. സോ ഇങ്ങനെ സുനിത വില്യംസ് കയറിയപ്പം ലൈക്ക് ഒരു ക്വസ്റ്റ്യൻ അവിടെ റേസ് ആയി, ഇപ്പം എന്തുകൊണ്ട് മറ്റുള്ള സ്ത്രീകൾക്ക് പറ്റുന്നില്ല എന്നുള്ളത്. അപ്പം അതിനെതിരെ നമ്മളുടെ ഒരു എക്സ്പീരിയൻസ് ആൻഡ് പ്ലസ് ഈ ഒരു വിഷയം ആളുകൾ ചിന്തിക്കട്ടെ, ഒരു ചർച്ച ചെയ്യട്ടെ എന്നുള്ള രീതിയിൽ ഞാനും അതിൻ്റെ പേഴ്സണൽ സോഷ്യൽ മീഡിയ അക്കൗണ്ടുമായി ഞാൻ എഴുതി ഇടുകയുണ്ടായിട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ട് കുറ്റിച്ചിറയിലേക്ക് വരുന്നത് കുറേ വർഷങ്ങൾക്ക് മുന്നാണ്. അപ്പം ആ സമയത്ത് നമുക്കൊരു ജനറൽ ഓരോ ഹിസ്റ്ററി, പള്ളീൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത് അറിയാം. ആൻഡ് റീസെൻ്റ് ആയിട്ടാണ് വാക്ക് സംഘടിപ്പിക്കാൻ തുടങ്ങിയതും അതുപോലെ തന്നെ കുറച്ചും കൂടെ റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ട് പള്ളീൻ്റെ ഒരു കൾച്ചർ ആൻഡ് ഹിസ്റ്ററി ബാക്ക്ഗ്രൗണ്ടൊക്കെ പഠിക്കാനും ഒക്കെ തുടങ്ങിയത്. അപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. നമ്മൾ അറിയും തോറും നമുക്ക് കൂടുതൽ പഠിക്കാനുള്ള ത്വര, അല്ലെങ്കിൽ അപ്പം പള്ളീൻ്റെ ഉള്ളിലാണെന്നുണ്ടെങ്കിലും കുറേ മാനുസ്ക്രിപ്റ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം കൂടുതൽ റെഫറൻസിന് വേണ്ടിയിട്ട് ഇപ്പം മിഷ്കൽ പള്ളിനെ കുറിച്ച് എഴുതിയിട്ടുള്ള ഒരുപാട് പുസ്തകങ്ങളുണ്ട്. കോഴിക്കോട് ഹിസ്റ്ററിനെ കുറിച്ചിട്ടുള്ളുണ്ട്, മലബാർ ഹിസ്റ്ററിനെ കുറിച്ചിട്ടുള്ളുണ്ട്. അപ്പൊ ആ പുസ്തകങ്ങൾ ആളുകളെയൊക്കെ തേടി പിടിച്ച് കഥകളും ചരിത്രങ്ങളും ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടെയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇതിപ്പം ഇത്രയും നമ്മളുടെ ഇപ്പോഴത്തെ ഒരു സൊസൈറ്റി പറഞ്ഞാൽ ഭയങ്കര റിലീജിയസ്ലി അല്ലെങ്കിൽ കമ്മ്യൂണൽ ഒരു പോളറൈസേഷൻ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പം നിങ്ങൾ കുറ്റിച്ചിറ പള്ളീൻ്റെ ചരിത്രം അറിയുന്ന ആളുകളാണെങ്കിൽ ഇപ്പം 14ാം നൂറ്റാണ്ടിൽ പള്ളി നിർമ്മിച്ച ശേഷം നെക്സ്റ്റ് 15ാം നൂറ്റാണ്ടിൽ നിന്ന് പോർച്ചുഗീസുകാരുടെ അറ്റാക്ക് ഉണ്ടാവുന്നു. അപ്പം അതിൽ സ്ത്രീകളും കുട്ടികളും അടക്കമാണ് പള്ളിൻ്റെ മുന്നിൽ നിന്നിട്ട് ഫൈറ്റ് ചെയ്യാൻ ഉണ്ടായിട്ടുള്ളതെന്ന് നമ്മളെ ചരിത്രരേഖകൾ പറയുന്നുണ്ട്. അതേപോലെ തന്നെ സാമൂതിരി, അന്നത്തെ രാജാവായിരുന്ന സാമൂതിരി അവിടെ ആദ്യമായിട്ട് പള്ളി വിസിറ്റ് ചെയ്യുകയും സ്റ്റിൽ ഇനി തുടർന്ന് അങ്ങോട്ട് പള്ളിൻ്റെ എല്ലാ മെയിൻ്റനൻസ് വർക്കും അതിനുള്ള ചെലവ് ഏറ്റെടുത്ത് നടത്തുന്നത് സാമൂതിരിയാണ്. അത് ഇപ്പോഴാണെന്നുണ്ടെങ്കിലും അങ്ങനെ തന്നെയാണ്. അപ്പം ഇവിടെ നിന്നാണെന്നുണ്ടെങ്കിലും റമദാൻ 22 കുറ്റിച്ചിറന്ന് ഇപ്പോൾ കാളിമാരും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വ്യക്തികളും സാമൂതിരിനെ വിസിറ്റ് ചെയ്യുന്നു, ഒരു താങ്ക്സ് ഗിവിങ് ഗിഫ്റ്റ് കൊടുക്കുന്ന ഒരു സമ്പ്രദായം ഇപ്പോഴും നിലവിലുണ്ട്. അപ്പം അതൊക്കെ ലൈക്ക് നമുക്ക് ഇവിടെ ഉള്ള ഒരു സോഷ്യൽ ഹാർമണീൻ്റെ അത്രയും നൈസായിട്ട് ഒരുപാട് ഡിഫറെൻറ്റ് കമ്മ്യൂണിറ്റീസ് ഇവിടെ ജീവിച്ചിരുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ്. അപ്പം ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നമ്മൾ ശരിക്കും കൂടുതൽ ഇതിൻ്റെ സഹവർത്തിത്വത്തിനെ കുറിച്ച്, ഈ കമ്മ്യൂണിറ്റീസ് തമ്മിലുള്ള സ്നേഹത്തിൻ്റെ അല്ലെങ്കിൽ കൊടുക്കൽ വാങ്ങലുകളെ കുറിച്ച്, ഒരു ഐക്യത്തെ കുറിച്ചിട്ട് ചർച്ച ചെയ്യണം. അപ്പം ആളുകൾ ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് കൂടുതൽ മനസ്സിലാക്കണം. കൂടുതൽ പഠനങ്ങൾ പള്ളീനെയും അതുപോലെ
ഉള്ള കമ്മ്യൂണിറ്റീസിനെ കുറിച്ച് വരണം എന്നൊക്കെ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഇപ്പം നമുക്കാണെന്നുണ്ടെങ്കിലും പുറമേ നിന്ന് കാണുന്നതിലുപരി എന്താ ഇപ്പം ഉള്ളിൽ ഞാൻ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട് ഇപ്പം കാളിമാർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന സാധനങ്ങള്, അതുപോലെ ഒരുപാട് ബുക്സും ഉണ്ട് എന്നുള്ളത്. അപ്പം അതൊക്കെ റെഫർ ചെയ്യാൻ പറ്റുക പലതും അറബിയിലും അറബി മലയാളത്തിലൊക്കെ ഉള്ള ഗ്രന്ഥങ്ങളാണ്. അപ്പം അതിലൂടെ നമ്മളുടെ ഒരു വലിയൊരു ഒരു അസറ്റാണ് അത്. അപ്പം ശരിക്കും അതിനെ കുറിച്ച് കൂടുതൽ പഠനങ്ങൾ നടന്നാല് ലൈക്ക് നമ്മളുടെ ഈ ഒരു പള്ളിന്റെ അല്ലെങ്കിൽ അന്നത്തെ നൂറ്റാണ്ടിലുള്ള ജീവിതങ്ങളുടെ കാര്യങ്ങളൊക്കെ കൂടുതൽ ആളുകൾ പഠനവിധേയമാക്കുന്നു, കൂടുതൽ ആളുകളിലേക്ക് എത്താൻ ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. അപ്പം ഇങ്ങനെ റിസർച്ചേഴ്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ പഠനത്തിന് വേണ്ടി വരുന്ന ആളുകളെ പ്രൊമോട്ട് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് ശരിക്ക് പള്ളിനെ നമ്മൾ സംരക്ഷിക്കുന്നതിലുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ചുവടുവെപ്പായിട്ടാണ് ഞാൻ കാണുന്നത്. മിഷ്കാൽ പള്ളിന്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ ഹെറിറ്റേജ് പ്ലേസ് ആണ്. അപ്പം മറ്റുള്ള ഇതേപോലെ ഹെറിറ്റേജ് പ്ലേസസ് ഒക്കെ വിസിറ്റ് ചെയ്യുന്ന സമയത്ത് ഈവൻ പള്ളികൾ തന്നെ ഇപ്പൊ ഡൽഹിയിൽ നമുക്ക് ജമാ മസ്ജിദ് ഉണ്ട്, അവിടെയൊക്കെ ആണെങ്കിലും നമുക്ക് ജെൻഡർ ഡിഫറൻസ് ഇല്ലാണ്ട് എല്ലാവർക്കും കയറാനും പ്രാർത്ഥിക്കാനും ഒക്കെ പറ്റുന്ന ഇടാണ്. അതേപോലെ ഞാൻ അത്യാവശ്യം ട്രാവൽ ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പൊ ഇപ്പൊ അടുത്ത് മലേഷ്യയിൽ പോയ സമയത്ത് അവിടെ പുത്രാജയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോസ്ക് ഉണ്ട്. അപ്പൊ അവിടെ നോൺ മുസ്ലിംസ് ആയിട്ടുള്ള ആളുകൾക്കും പ്രവേശനം ഉണ്ട്. അപ്പം ഒരു സ്ഥലത്തേക്ക് പോകുന്ന സമയത്ത് അവിടുത്തെ ഒരു പ്രോട്ടോകോൾ ഉണ്ട്. അപ്പൊ അവിടെ വിസിറ്റ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ വിമൻ ആണെന്നുണ്ടെങ്കിൽ ദേ ഷുഡ് കവർ ദെയർ ഹെഡ് ആൻഡ് ഫുള്ളി ബോഡി. അപ്പൊ ഒരു ഓവർകോട്ട് പോലെയുള്ള ക്യാപ്പ് വെച്ചിട്ടുള്ള ഒരു സാധനം അവരെന്നെ അവിടെ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. അപ്പം വിസിറ്റേഴ്സ് വരുന്ന സമയത്ത് അവർക്ക് അത് ധരിച്ചിട്ട് നോൺ മുസ്ലിംസ് ആണെങ്കിൽ അവർക്ക് അതിന്റെ ഉള്ളിലേക്ക് കയറാം. അപ്പൊ നമ്മൾ ഇപ്പം മിഷ്കാൽ പള്ളിയിലാണെന്നുണ്ടെങ്കിലും അപ്പൊ അതിന്റെ പഴക്കവും അതിന്റെ ലൈക്ക് മൊത്തത്തിലുള്ള ആർക്കിടെക്ചർ സൗകര്യങ്ങളൊക്കെ നമ്മൾ പരിഗണിച്ചിട്ട് ഇപ്പം അവർക്ക് വേണമെങ്കിൽ ഡെയിലി ഇത്ര വിസിറ്റേഴ്സിനെ അലോ ചെയ്യുള്ളൂ, അല്ലെങ്കിൽ ജസ്റ്റ് ഇത്ര ഡേയ്സിൽ ഇത്ര ടൈമിൽ. ഇപ്പം അവിടെ പ്രാർത്ഥന എപ്പോഴും നടക്കുന്ന പള്ളിയാണ്. അപ്പം ആ പ്രാർത്ഥന ഇല്ലാത്ത സമയത്ത് ഇതുപോലെ പഠനാവശ്യാർത്ഥം അല്ലെങ്കിൽ കാണാൻ വരുന്ന ആളുകൾക്ക് അലോ ചെയ്യുന്ന രൂപത്തിൽ ഒക്കെ റൂൾസ് കൊണ്ടുവരാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വുഡ് ബി ബെറ്റർ.